സിമ്പിളായിട്ടൊരു ഇയറിംഗ് സെറ്റ് ചെയ്താലോ? ഈ ഒരു കുഞ്ഞു 1 രൂപ കോയിനില്ലേ, അതിൻ്റെ സൈസിലാണ് കേട്ടോ ഞാനിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ എനിക്ക് ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നാളായി. പോസ്റ്റ് ചെയ്യാൻ വൈകിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഞാൻ കുറച്ച് ക്രിയേറ്റീവായിട്ട് ടൈം എടുത്ത് ചെയ്യുന്ന വീഡിയോസിനൊന്നും അങ്ങനെ വ്യൂസ് കയറാറില്ല. അപ്പോൾ മനുഷ്യരാണല്ലോ, സ്വാഭാവികമായിട്ട് എനിക്ക് മടിയാവും. അതുകൊണ്ടാണ് ഞാനിത് പോസ്റ്റ് ചെയ്യാനായിട്ട് വൈകിയത്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ലൈക്കോ കമൻറ്റോ സബ്സ്ക്രൈബോ ഒക്കെ മതി എനിക്ക് അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ളൊരു മോട്ടിവേഷനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ കമ്മലുണ്ടാക്കുന്ന ജോലിയിലേക്ക് തിരിച്ചു വരാം. ഞാനിവിടെ പർപ്പിൾ ആൻഡ് ഗ്രീൻ കളറിലുള്ള കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഇയറിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. എന്തായാലും ഓണമൊക്കെ വരില്ലേ, അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് ഇതേപോലെയുള്ള ഇയറിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് ലാഭം കിട്ടുമല്ലോ. പറഞ്ഞ് ഞാൻ ഒരു റിങ് ഒട്ടിച്ചെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ഇത് വാച്ച് ഷീറ്റിൽ ഒട്ടിച്ചെടുക്കണം. ഇനിയാണ് ഇതിൻ്റെ ടാസ്ക് കിടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻറ്ററിൽ കിടക്കുന്ന പോർഷൻ കട്ട് ചെയ്ത് മാറ്റണം. ഇതിപ്പോൾ എങ്ങനെ കട്ട് ചെയ്ത് മാറ്റും? പെട്ടല്ലോ ഭഗവാനേ. പക്ഷേ എനിക്കിതൊക്കെ സിമ്പിളല്ലേ. ഞാൻ പിന്നെ എല്ലാം ഉഡായിപ്പിൽ ചെയ്യുന്ന ആളായതുകൊണ്ട് എല്ലാത്തിൻ്റെയും ഒരു സൊല്യൂഷൻ എൻ്റെ ഉണ്ടാകും. പക്ഷെ നേരെ പിടിക്കേണ്ടതിന് പകരം വളഞ്ഞു ചുറ്റി ഞാൻ പിടിക്കുകയുള്ളൂ. ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ അടുത്തതിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കാണിച്ചു തരുള്ളൂ. അപ്പം എന്താ, ആദ്യം ചെയ്ത പോലെ തന്നെ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചിട്ടുള്ള OHP ഷീറ്റിൻ്റെ ബാക്കിൽ വാറ്റ് ഷീറ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്ലൂ വെച്ച് ഒന്ന് സെക്യൂർ ചെയ്ത് അത് ഒട്ടുന്ന വരെ ക്ഷമിക്കണം കേട്ടോ. എന്നാലേ നമുക്കിത് നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ ഈ കട്ട് ചെയ്ത് മാറ്റി വെച്ച റിങ്ങല്ല, ആ ഒരു ഇയറിങ്ങിൻ്റെ ബാക്കിൽ നമുക്ക് ഈ ഒരു പിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതവിടെ ഇരുന്ന് സെറ്റാവട്ടെ. അപ്പോഴത്തേക്ക് ഇനി എന്താ, മറ്റത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒട്ടുന്നുണ്ടായില്ല. ആദ്യമേ ഇതിലിങ്ങനെ ഒരു തൊള്ളയിട്ടിട്ട് കത്രിക വെച്ചിട്ട് കണ്ടിക്കാൻ പറ്റുന്നതെല്ലാം അങ്ങനെ കണ്ടിച്ച് മാറ്റുക. ഇതാണെങ്കിൽ ഞാൻ അമ്മ കാണാണ്ട് അമ്മയുടെ തുണി വെട്ടുന്ന കത്രിക അടിച്ച് മാറ്റിയതാണ് കേട്ടോ. കത്രിക വർക്കാവണമെന്ന് കണ്ടപ്പോൾ ഒരു ബ്ലേഡ് മുറിച്ചിട്ട് അത് വെച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുകയാണ്. പിന്നെ പിള്ളേർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബ്ലേഡ് വെച്ചിട്ട് കൈയൊന്നും മുറിച്ചിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് അടിയൊന്നും വാങ്ങരുത്. പക്ഷേ ഇങ്ങനെ ബ്ലേഡ് വെച്ചിട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കിയിട്ടും ആ ഒരു ഫിനിഷ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു ഐഡിയ ഉപയോഗിച്ചു. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ കാണിച്ചു തരാം. അല്ലെങ്കിൽ വേണ്ട, ഇപ്പം തന്നെ പറയാം. ചന്ദനത്തിരില്ലേ, അത് വെച്ചിട്ട് ഈ ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് ഫിനിഷ് ആവാത്ത ഭാഗം ഞാൻ ഈ ചന്ദനത്തിരി കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുത്തു കേട്ടോ. എന്ന് വെച്ച് ഞാനിങ്ങനെ ചെയ്തു പറഞ്ഞ് നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഈ ഒരു പ്ലാസ്റ്റിക് കത്തുന്ന സ്മെല്ലും കാര്യങ്ങളൊക്കെ ശ്വസിക്കാൻ കൊള്ളൂലല്ലോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ബൈ.